إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും ലോകത്ത് ഏറെ പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കി കൊണ്ടിരിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. വിമർശനമായിരുന്നാലും പഠനമായിരുന്നാലും ഇത്രയേറെ കഴിഞ്ഞ 15 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തിനും ലോക ജനതയ്ക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും ഒട്ടും കുറവില്ലാത്ത വിധം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിത്വമായി നിലനിൽക്കുകയാണ്. അതിന് കാരണം ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, പ്രവാചക ചര്യ, ഇതെല്ലാം ഏറ്റവും മനുഷ്യൻ്റെ ജീവിതത്തോടൊപ്പം അവൻ്റെ
വികാസത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാനും ഒന്നിച്ചു നിൽക്കുവാനും ഏറ്റവുമധികം പര്യാപ്തമായ വിധത്തിലാണ് അതിൻ്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും അവിടുത്തെ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും മനുഷ്യൻ്റെ ഭൗതികവും മറ്റുമായ വികാസത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്നും അതേത് രൂപത്തിലായിരുന്നാലും മനുഷ്യന് ഏറ്റവും അധികം ജീവിതത്തിൽ പകർത്തുവാൻ, കൊണ്ടു നടക്കുവാൻ, മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഒരു സംസ്കാരമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന വിധത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ രണ്ട് വിധേന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്ന്, ആ നടപടിക്രമങ്ങൾ അതേപടി പിന്തുടരേണ്ടവ. അതിനാണ് സാങ്കേതിക ഭാഷയിൽ തഅബ്ബുദി എന്ന് പറയുക, ആരാധനാപരമായിട്ടുള്ള. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. അത് അതേ പ്രകാരം നിർവഹിക്കേണ്ടതാണ്. മറ്റൊന്ന് ആദിയായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ സാധാരണ നിർവഹിച്ചു പോന്നിട്ടുള്ള കാര്യങ്ങളിൽ അതങ്ങനെ തന്നെ പിന്തുടരുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയില്ലാത്തതാണ്. അത് ആ കാലഘട്ടത്തിൻ്റെയും ആ നാടിൻ്റെയും അന്നത്തെ ജീവിത രീതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരും ചെയ്തതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും എളുപ്പവും ജീവിതത്തിൽ സൗകര്യപ്രദവുമായിട്ടുള്ള കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവലംബിച്ചു എന്ന് മാത്രം. ഇങ്ങനെ രണ്ട് വിധേന നമുക്ക് അത് കാണാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയും കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് അതിൻ്റെ മാർഗങ്ങളിൽ മാറ്റം വരുത്താവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉദാഹരണമായി, നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സക്കാത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടത്തിൽ അത് നിർവഹിക്കേണ്ട കാലപരിധി, സമയപരിധി പെരുന്നാൾ ദിവസം പ്രഭാതം മുതൽ പെരുന്നാൾ നമസ്കാരം കഴിയുന്നതിന് മുമ്പായി, പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായി ഉള്ള ആ ഒരു സമയപരിധിക്കുള്ളിൽ നിർവഹിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചത്. അതിൻ്റെ അർത്ഥം ആ ഒരു സമയപരിധിക്കുള്ളിൽ നിർവഹിച്ച് തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകളുടെ അവരുടെ താമസത്തിൻ്റെയും അവരുടെ ആ സമൂഹത്തിൻ്റെയും ഒക്കെ ആ സ്ഥിതി അനുസരിച്ചുകൊണ്ട് അത് മതിയാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബി സക്കാത്തിൽ ഫിത്രി, സക്കാത്തുൽ ഫിത്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അൻ തുഅദ്ദിയ, അത് കൊടുത്തു വീട്ടണം, നിർവഹിക്കണം, ഖബ്ല ഖുറൂജിൻ നാസി ഇലസ്സലാ, നമസ്കാരത്തിന് വേണ്ടി അഥവാ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ജനങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പായി അത് നിർവഹിക്കേണ്ടതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി, തുഹറത്തൽ ലിസ്വാഇമി, നോമ്പുകാരന് ശുദ്ധീകരണമായിക്കൊണ്ട്, മിനൽ ലഗ്വി വറഫസി, നോമ്പിൽ സംഭവിക്കാവുന്ന അനാവശ്യമായ വർത്തമാനങ്ങൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ
അതിനുള്ള ഒരു ശുദ്ധീകരണമായിട്ടും തൊഴമത്തല്ലിൽ മസാക്കീൻ, അഗതികൾക്ക് ഭക്ഷണമായിട്ടുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിശ്ചയിച്ചത്. ഫമൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി, അതുകൊണ്ട് ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് നിർവഹിക്കുകയാണെങ്കിൽ ഫഹിയ സക്കാത്തും മഖ്ബൂല, അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ സക്കാത്തുൽ ഫിത്റാണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് അത് നിർവഹിക്കുന്നതെങ്കിൽ ഫഹിയ സദഖത്തും മിനസ് സദഖാത്ത്, അത് കേവലം ഒരു സദഖ മാത്രമായിട്ടേ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു സമയപരിധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പൊ സക്കാത്തുൽ ഫിത്റിന്റെ ഇവിടെ ഒരു ലക്ഷ്യവും അതിന്റെ ഒരു മാർഗവും ഈ ഹദീസിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് അർഹരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് അന്നത്തെ ഹദീസിനെ സ്വഹാബികൾ വായിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇസ്ലാമിക സമൂഹം അവരുടെ സമൂഹത്തിന്റെ താമസിക്കുന്നതിന്റെയും അതിന്റെ പെരുപ്പത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വ്യത്യാസം വന്നു, വികാസം പ്രാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഈ സമയപരിധിയെ ഇസ്ലാമിക ലോകം വികസിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതനുസരിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ അതിൽ വന്നു. ഒന്ന്, റമദാനിന്റെ പകുതി മുതൽ തുടങ്ങാം എന്ന് വന്നു. ഷാഫി മദ്ഹബിൽ അത് റമദാനിന്റെ ആദ്യം മുതൽ തന്നെ തുടങ്ങാവുന്നതാണ് എന്ന ഒരു രീതി കൈവന്നു. ഇന്ന് ആ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട അതിന്റെ സമയപരിധിയുടെ കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്നത് കഴിവതും അത് ആ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. എന്നാൽ ആളുകളുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് അത് നേരത്തെ ആക്കുന്നതിന് വിരോധമില്ല, അതങ്ങനെ ചെയ്യാവുന്നതാണ്. അതിന്റെ ഉദ്ദേശം ആളുകൾക്ക് ആ പെരുന്നാൾ ദിവസം ഭക്ഷണം കിട്ടുക, അതിനുള്ള വക ഉണ്ടാവുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സമയപരിധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നതിനെ മുസ്ലിം ലോകം അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ ആ രൂപത്തിൽ വ്യക്തമാക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം സുന്നത്തായി അല്ലെങ്കിൽ നടപടിക്രമമായി ജനങ്ങളെ, മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത് ആ ഒരു കാര്യം എന്തിനു വേണ്ടിയാണോ നിർവഹിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ലക്ഷ്യം നേടുന്ന വിധത്തിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സമയപരിധികളൊക്കെ വ്യത്യാസപ്പെടുത്തുന്നതിന് വിരോധമില്ല എന്ന രീതിയിലേക്ക് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ഇജ്മാൾ എന്നതൊരു പ്രമാണമാണ്. ഖുർആന്, സുന്നത്ത്, മുസ്ലിം ഉമ്മത്തിന്റെ ഏകീകരിച്ച അഭിപ്രായം, അതും ഒരു പ്രമാണമായി മുസ്ലിം ലോകം അംഗീകരിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഇങ്ങനെ സമയത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ മതപരമായ ഒരു മാറ്റമായി തന്നെയാണ് മുസ്ലിം ലോകം കാണുന്നത്. മറ്റൊന്ന്, അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഓരോ നാട്ടിലും ഉപയോഗിക്കുന്ന മുഖ്യ ആഹാരമാണ് എല്ലാ നാട്ടിലും ഫിത്ർ സക്കാത്തായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്തിനെ നിർബന്ധമാക്കിയിരിക്കുന്നത് സാഅം മിൻ തംറി, തംറ് ഈത്തപ്പഴത്തിന്റെ അതിന്റെ ഒരു സ്വാഴ്, ഒരളവ്, ഔ സാഅം മിൻ തംറിൻ ഔ സാഅം മിൻ ശഈരിൻ, അല്ലെങ്കിൽ ബാർലിയുടെ ഒരു സ്വാഴ് കൊടുക്കുവാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ റസൂലിന്റെ കൽപ്പന ഈത്തപ്പഴം കൊടുക്കുവാനോ ബാർലി അല്ല കൊടുക്കുവാനോ ആണ് ഹദീസിലുള്ളത്. എന്നാൽ അത് തന്നെ ആയിരിക്കണമെന്ന പ്രവാചകന്റെ ആ കൽപ്പന അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് മുസ്ലിങ്ങൾ ആരും
ഒരു നാട്ടിലും അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നില്ല. മറിച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, എന്തിനാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുള്ളത്? അത് ആളുകൾക്ക് അനുയോജ്യമായ ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നാട്ടിലും ഉപയോഗിക്കുന്ന മുഖ്യ ആഹാരം എന്താണ് എന്ന് മനസ്സിലാക്കി അത് നിർവഹിക്കുക എന്നതിലേക്ക് മുസ്ലിം ലോകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനയെ വികസിപ്പിച്ചെടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണമായി, മുസ്ലിങ്ങൾ ഒരു രാജ്യമായി നിലകൊള്ളുന്ന, ഒരു ഭരണകൂടമൊക്കെ നിലകൊള്ളുന്ന ആ സന്ദർഭത്തിലാണ് ശത്രുക്കളെ പ്രതിരോധിക്കുവാനും അങ്ങനെ വരുന്ന കാര്യങ്ങൾ യുദ്ധം വരെ നിർവഹിക്കുവാനുമുള്ള കൽപ്പന വന്നിട്ടുള്ളത്. അവിടെ ആയുധപ്രയോഗത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തത് അന്നത്തെ ആയുധം എടുത്തുകൊണ്ടാണ്. അല്ലാഹു പറഞ്ഞു, അഅഇദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തി, നിങ്ങൾ ഇതുപോലെയുള്ള ശത്രുക്കൾക്കെതിരെ ശക്തി സംഭരിക്കണം, കഴിയുന്നത്ര. വമിൻ റിബാത്തിൽ ഖൈലി, കുതിരപ്പടയെ നിങ്ങൾ ഒരുക്കി നിർത്തണം. തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും, അത് മുഖേന നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ സാധിക്കും. വാഖരീന മിൻ ദൂനിഹിം, അവരല്ലാത്ത മറ്റാളുകൾ. ലാ തഅലമൂനഹും അല്ലാഹു യഅലമുഹും, അവരെ നിങ്ങൾക്കറിയില്ല, എന്നാൽ അള്ളാഹുവിന് അവരെ സംബന്ധിച്ചറിയാം. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് കുതിരപ്പടയെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ മുസ്ലിം ലോകം ഈ ആയത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് പ്രയോഗവൽക്കരിച്ച അന്നത്തെ ഏറ്റവും നല്ല ഉപയോഗിക്കാവുന്ന രൂപത്തിലുള്ള ആയുധങ്ങളെ ഉപയോഗിച്ചു. ഇന്ന് മുസ്ലിം ലോകം, മുസ്ലിം രാജ്യങ്ങൾ അതേപടി തന്നെ അത് തന്നെ ഉപയോഗിക്കണം എന്ന അർത്ഥത്തിൽ ഈ ആയത്തിനെ കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട്, കാലഘട്ടത്തിന്റെ പുരോഗതിക്ക് അനുസരിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ഏറ്റവും നല്ല സുരക്ഷിതത്വത്തിന് ഏത് സംവിധാനമാണോ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കണ്ടുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ഉപയോഗപ്പെടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദന്തശുദ്ധി എന്ന് പറയുന്നത് വലിയ ഒരു സംസ്കാരമായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. മിസ്വാക്ക് ചെയ്യുക എന്നത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. വായ്നാറ്റം എന്നത് വലിയൊരു പ്രശ്നമാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഏത് കാരണത്താലായിരുന്നാലും ആ വായ്നാറ്റത്തെ വരുന്ന ആളുകൾ, സമൂഹത്തിലേക്ക് വരുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുകയും ദന്തശുദ്ധി വരുത്തുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഖുർആനിലെ അള്ളാഹുവിന്റെ ഒരു വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖുദൂ സീനത്തക്കും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാരങ്ങളെ സ്വീകരിക്കണം. ഇന്ദ കുല്ലി മസ്ജിദിൻ, എല്ലാ ആരാധനാലയങ്ങളുടെ അടുക്കലും. അപ്പൊ ആരാധനാലയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകൾ പൊതുവായി ഒരുമിച്ച് കൂടുന്ന സ്ഥലം പള്ളിയാണ്. നമ്മൾ എവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്നുവോ അവിടങ്ങളിലെല്ലാം വിശുദ്ധിയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലും നമ്മുടെ വൃത്തിയും വെടിപ്പും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണം. അതിനനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നവർ ആ രൂപത്തിൽ ദന്തശുദ്ധി വരുത്തണമെന്ന് പറഞ്ഞു. ഉള്ളി നിന്നുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? ഉള്ളി മോശപ്പെട്ടത് കൊണ്ടല്ല, മറിച്ച് ആ ഉള്ളി തിന്നുകൊണ്ട് നമസ്കാരത്തിനോ മറ്റോ വരുന്ന സമീപത്തുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു ദുർഗന്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദുർഗന്ധം പല കാരണങ്ങളും ഉണ്ടാകും. നമ്മൾക്ക് വിശപ്പ് കൂടുതൽ ഉണ്ടാവുമ്പോൾ ഉണ്ടാവാം, ഉദര രോഗങ്ങൾ കൊണ്ടുണ്ടാകാം, അതുപോലെ തന്നെ മോണരോഗങ്ങൾ മൂലമുണ്ടാകാം, ദാഹം കൊണ്ടുണ്ടാകാം, കുറേ സമയം മിണ്ടാതിരുന്നത് കൊണ്ടുണ്ടാകാം. ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ്
വായ നാറുക, ദുർഗന്ധം വമിക്കുക എന്നത്. ഇത് പലപ്പോഴും സ്വന്തം അറിഞ്ഞുകൊള്ളണമെന്നില്ല. അടുത്തിൽ നിൽക്കുന്ന ആളുകൾക്കായിരിക്കും അതറിയുക. പലപ്പോഴും നമസ്കാരത്തിന്റെ സഫ് കെട്ടുമ്പോൾ സമയത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ അടുത്തുള്ള ആളുകളുടെ വായ വല്ലാതെ വാസനിക്കുന്ന അനുഭവം ഉണ്ടാവാറുണ്ട്. സംസാരിക്കുമ്പോഴൊക്കെ അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അവരുമായുള്ള അങ്ങനെ തുറന്നു പറയാനൊക്കെ മടികൊണ്ടുമൊക്കെ നമ്മളത് പറയാതിരിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വളരെ പ്രശസ്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിവാഖു മുതഹ്ഹറത്തുൻ ലിൽ ഫമി. ദന്തശുദ്ധി വരുത്തുക എന്നത് വായക്ക് വളരെ ശുദ്ധിയുള്ള കാര്യമാണ്. മർലാത്തുൽ ലിറബ്ബി, റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാല ലൗലാ അൻ അശ്ഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുദൂഇൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഉമ്മത്തിന് ഒരു പ്രയാസമായി അനുഭവപ്പെടുമായിരുന്നില്ലെങ്കിൽ എല്ലാ വുദൂഇന്റെ ശേഷവും, വുദൂഇന്റെ മുമ്പായി മുന്നോടിയായും ദന്തശുദ്ധി വരുത്തുക എന്നതൊരു നിർബന്ധ കർമ്മമായി ഞാൻ പറയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ എന്നെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതി, ഇദാ ദഖല ബൈതഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുപോയി വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ, കാന ഇദാ ദഖല ബൈതഹു ബദഅ ബിസ്സിവാക്, ആദ്യമായി റസൂല് വീട്ടിലെത്തിയാൽ ചെയ്യുന്നത് ദന്തശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, ഇവരുടെ ഏറ്റവും അടുത്തുള്ള പെരുമാറ്റം അത് തെറ്റിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് വായനാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു മാതൃകയാണ്. വീട്ടിലേക്ക്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പുറത്തുപോയി തിരിച്ചു വന്നാൽ ആദ്യം റസൂൽ ചെയ്യുന്നത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതാണെന്ന് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ. ഉറങ്ങി ഉണർന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യശൂസു ഫാഹു ബിസ്സിവാക്, ഉറക്കിൽ എഴുന്നേറ്റാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദന്തശുദ്ധി വരുത്തുന്നതുമായിരുന്നു ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഇങ്ങനെ വായക്ക് പകർച്ച സംഭവിക്കുക, പല കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിക്കുക, നമ്മൾ ആളുകൾക്കിടയിൽ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിൽ ഇത് ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊരു നല്ല സംസ്കാരമായി, നമ്മൾ വളരെയധികം പാലിക്കേണ്ട ഒരു സംസ്കാരമായി, ഒരു ജീവിത രീതിയായി തന്നെ പല സന്ദർഭങ്ങളിലും അങ്ങനെ നിർവഹിക്കണമെന്ന് വളരെ കണിശമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദന്തശുദ്ധീകരണം എന്നത് ഇന്ന് നമ്മുടെ രോഗപ്രതിരോധത്തിനും ശാരീരികമായ സുഖത്തിനും സാമൂഹ്യമായ ഇടപെടലുകൾക്കും കുടുംബത്തിലെ എല്ലാ വിധത്തിലുള്ള നല്ല ഒരു ജീവിത രീതിക്കുമൊക്കെ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതാണെന്ന കാര്യത്തിൽ ഏറ്റവും അധികം ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നുകൂടി നാം മനസ്സിലാക്കും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഉപയോഗിച്ചിട്ടുള്ള കാര്യം എന്താണ്? അറാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദന്തശുദ്ധി വരുത്തിയിട്ടുള്ളത്. അതിനാണ് കൽപ്പനയുള്ളത്. ദന്തശുദ്ധി വരുത്തുവാൻ അറാക്ക് ഉപയോഗിക്കണം. ആ ഒരു തരത്തിന്റെ ഒരു മരം, പ്രത്യേകമായ നമുക്കെല്ലാം അറിയാം, അതിന്റെ ഒരു കുള്ളിയാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പന ആ ഒരു സാധനം തന്നെ ഉപയോഗിക്കണം എന്നത് മുസ്ലിം ലോകം അത് തന്നെ വേണമെന്ന് കണിശതപ്പെടുത്തുന്നില്ല. മറിച്ച് നമുക്ക് ഏറ്റവും ഉപകാരമുള്ളതും ദന്തശുദ്ധി വരുത്തുന്നതും ഇപ്പറഞ്ഞ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വായയെ സംരക്ഷിക്കുന്നതും നമുക്ക് ആളുകൾക്കിടയിൽ നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയുന്നതുമായ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദന്തശുദ്ധി വരുത്തുന്നതിനെ പണ്ഡിതന്മാരെല്ലാവരും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇന്ന സാധനം ഉപയോഗിക്കുക എന്നതും
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ആ സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നതും ഹദീസിൽ വന്നിട്ടുള്ളത് ആ സാധനത്തെ പറ്റിയാണ് എന്നതും ഈ കാര്യത്തിൽ മാറ്റമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അത് പാടില്ല എന്ന അവസ്ഥയിലേക്ക് ഈ കാര്യം കൊണ്ടുപോയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും അതിൻ്റെ ഉപകരണങ്ങൾ, സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്താം. ലക്ഷ്യം എന്താണ് എന്നതാണ് അത്തരം ഹദീസുകളിൽ നോക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതേപടി നമ്മൾ വെച്ചു പുലർത്തേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമാണ്. തഅബ്ബുദിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ തഅബ്ബുദിയും തഅബ്ബുദിയല്ലാത്തതുമുണ്ട്. തഅബ്ബുദി എന്ന് പറയുന്നത് സകാത്തുൽ ഫിത്ർ ആയിരുന്നാലും അതുപോലെ തന്നെ ദന്തശുദ്ധി വരുത്തുക എന്നുള്ളതായിരുന്നാലും അതിന്റെ ആ കാര്യങ്ങളിലൊക്കെ അത് നിർവഹിക്കുക എന്നത് ആരാധനാപരമായിട്ടുള്ള ഇബാദത്ത്പരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തുന്ന സമയങ്ങളും വസ്തുക്കളുമൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്താവുന്നതാണ് എന്ന രൂപത്തിൽ ഹദീസിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത്, അതിൻ്റെ ജീവിത രീതി എന്ന് പറയുന്നത് മനുഷ്യന്റെ സംസ്കാരത്തോടൊപ്പവും അവന്റെ ജീവിത രീതിയോടൊപ്പവും സഞ്ചരിക്കുന്നതാണ്. അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളത്. അവന്റെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിർവഹിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. എത്ര നിസാരമായ കാര്യങ്ങളായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതുപോലെയുള്ള കൽപ്പനകൾ ഏത് കാലഘട്ടത്തിലും പ്രായോഗികമാണെന്ന് മാത്രമല്ല, അത് വളരെ ഫലപ്രദമാണ് എന്നുകൂടി തെളിയിക്കുന്ന വിധത്തിലാണ് നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെ ഇസ്ലാമിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകയായി കാണുകയും ഏതൊരു സമൂഹത്തിലും നമുക്കെപ്പോഴും ആരുടെ മുമ്പിലും വ്യക്തമാക്കുവാനും പഠിപ്പിക്കുവാനും ഇസ്ലാമിന്റെ മേന്മയെ വിശദീകരിക്കുവാനും കഴിയുന്ന വിധത്തിൽ പ്രവാചക ചര്യ അത്രയും സംശുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനാ നിർദ്ദേശങ്ങൾ ഈ രൂപത്തിൽ വളരെ അർത്ഥവത്തായി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫയാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നോമ്പ് ആരംഭിക്കുവാൻ, പെരുന്നാൾ അനുഷ്ഠിക്കുവാൻ, ആഘോഷിക്കുവാൻ മാസ ദർശനം ആവശ്യമാണ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമു ലിറുഇയതിഹി, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക ആ ചന്ദ്രപ്പിറവി ദർശിച്ചുകൊണ്ട്. വഅഫ്തിറു, നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാളിലേക്ക് കടക്കുക ലിറുഇയതിഹി, അത് ദർശിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് റമദാൻ മാസം ആയി എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ആ ചന്ദ്രദർശനം, ഹിലാൽ ദർശിക്കുക എന്നുള്ളതാണ്. നോമ്പ് അവസാനിക്കുവാനുമുള്ള രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് ആ ഹിലാൽ ദർശിച്ച് നോമ്പ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഇൻ ഉമ്മ അലൈക്കും, നിങ്ങൾക്ക് അത് കാണാതെ പോയാൽ, മേഘം കൊണ്ടോ മറ്റോ കാണാതെ പോയാൽ, ഫസൂമു സലാസീന യൗമൻ, 30 പൂർത്തിയാക്കി നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഫഖ്ദുറു, നിങ്ങൾ അത് കണക്കാക്കുക എന്ന ഒരു ഹദീസും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ എന്താണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശമാകുന്നത്? ചന്ദ്ര
ദർശനം വേണം. എന്തിന്? റമദാൻ പൂർണ്ണമായി നോമ്പെടുക്കാൻ. ശഅബാൻ, ശവ്വാൽ മാസങ്ങളിൽ നോമ്പ് ആവാതിരിക്കാൻ. നോമ്പ് ശഅബാൻ മാസത്തിലെ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നോമ്പായി നമുക്ക് ലഭിക്കുവാനും ശഅബാൻ മാസത്തിലേക്കോ ശവ്വാൽ മാസത്തിലേക്കോ നോമ്പ് പ്രവേശിക്കാതിരിക്കുവാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അതിർത്തി നിർണയിച്ചിരിക്കുന്നത്. എന്നാൽ അന്നേ സംബന്ധിച്ചിടത്തോളം അക്കാലഘട്ടത്തിൽ നോമ്പ് നോൽക്കുവാൻ പിറവി സംഭവിച്ചോ ഇല്ലയോ എന്നറിയാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അതെന്താണ്? ആകാശത്തേക്ക് നോക്കി ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്ന ഒരൊറ്റ മാർഗമേ അന്നുണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഏറ്റവും എളുപ്പമായ മാർഗവും അത് തന്നെയായിരുന്നു. മറ്റൊരു മാർഗം അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഹ്നു ഉമ്മത്തുൻ ഉമ്മിയ്യ, നമ്മൾ നിരക്ഷരരായ ഒരു ജനവിഭാഗമാണ്. ലാ നക്തുബു വലാ നഹ്സു, നമുക്ക് സാധാരണ ഗതിയിൽ നമ്മൾ എല്ലാവരും എഴുതുന്നവരല്ല, എല്ലാവർക്കും ഇങ്ങനെ കണക്കും കൂട്ടി അറിയുന്നവരുമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഹദീസിൽ ഈ ഹദീസിനെ കാണുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകൾ, അതിന്റെ സമയം, അതിന്റെ കാലവും ഒക്കെ നമുക്ക് നിർണയിക്കാൻ എളുപ്പ വഴിയാണ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ആ എളുപ്പ വഴി ഇതല്ലാത്ത മറ്റൊരു മാർഗമുണ്ടായാൽ, കാണുക എന്ന ആ ഒരു കാര്യമല്ലാത്ത അതിനേക്കാൾ എളുപ്പമായ മറ്റൊരു മാർഗമുണ്ടായാൽ ആ മാർഗം സ്വീകരിക്കുന്നതിന് ഇത് തടസ്സമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ തആല ലം യബ്അസ്നി മുതഅന്നിതൻ വലാകിൻ ബഅസനി മുഅല്ലിമൻ വമുയസ്സിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ജനങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല നിയോഗിച്ചിട്ടുള്ളത്. മറിച്ച് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് എളുപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതിനായിട്ടും ആളുകളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവനുമായിട്ടാണ് എന്നാണ്. അപ്പോൾ മാസപ്പിറവി നിർണയത്തിൽ ഇന്ന് ഒരാൾ നോക്കി അത് കണ്ട് അത് സാക്ഷ്യപ്പെടുത്തി അത് പ്രഖ്യാപിക്കുക എന്നത് ഗോളശാസ്ത്ര കണക്ക് പ്രകാരം ഇന്ന ദിവസം ഇത്ര സമയം സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ ആകാശത്ത്, ഹിലാൽ ആകാശത്ത് നിലനിൽക്കുന്നു, അതിന്റെ സമയം ഇത്രയാണ് എന്ന് ഗോളശാസ്ത്ര കണക്ക് പ്രകാരം അറിയുന്നതും ഒരാള് അത് നോക്കി പറയുന്നതും തമ്മിൽ വ്യത്യാസം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കണിശമായി ഉള്ളതും സത്യസന്ധമായി ഉള്ളതും ശാസ്ത്രീയമായി ഉള്ളതും എളുപ്പമായി ഉള്ളതും കണക്കനുസരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ വീക്ഷിക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, ആ മാസത്തിന് ആരെങ്കിലും സാക്ഷിയാവുകയാണെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കണമെന്നുള്ളത് ഖുർആനിലെ പ്രയോഗം അങ്ങനെയാണ്. അപ്പൊ ആ ഷഹാദത്തിന് സാക്ഷിയാവുക എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ച രീതി അത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ നോക്കുക എന്ന പ്രവാചക കൽപ്പനയെ കാലത്തിന്റെ പുരോഗതിക്കനുസരിച്ച്, മനുഷ്യന്റെ പുരോഗതിക്കനുസരിച്ച്, അവന്റെ വളർച്ചക്കനുസരിച്ച്, ശാസ്ത്രീയമായ വലിയ പുരോഗതിക്കനുസരിച്ചുകൊണ്ട് ആ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും അതനുസരിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പമായ രീതി സ്വീകരിക്കുകയും ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഈ കാണുക, നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ കൽപ്പനയ്ക്ക് വിരുദ്ധമല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ, ഇതുപോലെയുള്ള കാര്യങ്ങളെ മനുഷ്യന്റെ പുരോഗതിക്കനുസരിച്ചുകൊണ്ട്, മനുഷ്യന്റെ ശാസ്ത്രീയമായ പുരോഗതിക്കനുസരിച്ചുകൊണ്ട് ഹദീസിനെ നമ്മൾ ആ രൂപത്തിൽ വായിക്കുകയും അതനുസരിച്ചുകൊണ്ട് ദീനിയായ കാര്യങ്ങളിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട വീക്ഷണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് അനുഷ്ഠിക്കുന്നതിന്റെ കണിശത റമദാനുമായി ബന്ധപ്പെട്ടത്
ആ മാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ പെരുന്നാൾ ആഘോഷിക്കുക എന്നത് ശവ്വാലിന് അതിൻ്റെ ആദ്യ ദിവസം തന്നെ ആവുക എന്നുള്ളതാണ്. അതിനെ ഉപയോഗപ്പെടുത്തുന്ന മാർഗങ്ങളിൽ നമുക്ക് കാലോചിതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് തടസ്സമാകുന്നില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇത്ര വിശദമായി നമ്മൾ സംസാരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങളെ, അത് 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നമ്മൾക്ക് പ്രായോഗികമാണോ? അതൊക്കെ കാലഹരണപ്പെട്ടതല്ലേ? അത്തരം ചില നിയമങ്ങളൊന്നും വേണ്ടതില്ല. മനുഷ്യൻ അവന്റെ ബുദ്ധിയും സ്വയം തീരുമാനിച്ചുകൊണ്ട് നന്നായി ഈ ലോകത്ത് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾക്ക് ഒരിക്കലും അവർക്ക് അത് ഉൾക്കൊള്ളാനോ അവർക്ക് തന്നെ പ്രായോഗികമാക്കാനോ കഴിയാത്ത രൂപത്തിലാണ് അവരുടെ വാദമുഖങ്ങളുള്ളത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും കൽപ്പനകളും മതപരമായ കാര്യങ്ങളും മനുഷ്യന്റെ ജീവിതത്തോടൊപ്പം സഞ്ചരിക്കുന്നതാണ്, അവന്റെ വളർച്ചയോടൊപ്പം ഉയർന്നു നിൽക്കുന്നതാണ്, പ്രായോഗികവൽക്കരിക്കുവാൻ സാധ്യമാകുന്ന വിധത്തിലാണ് ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും ഉള്ളത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെയും പ്രവാചക ചര്യയുടെയും സുന്നത്തും അതിന്റെ മേന്മയും അതിന്റെ മഹത്തായ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ മഹത്വരം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സമീപിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങളും പോരായ്മകളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിലും നമ്മുടെ മക്കളിലും ജീവിത കാര്യങ്ങളിലുമൊക്കെ അല്ലാഹു സൗകര്യങ്ങളും എളുപ്പവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും നമ്മുടെ രാജ്യത്തെയും മുസ്ലിം ലോകത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത് ومنزل البركات وقاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.